അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, സന്തോഷങ്ങൾ നിറഞ്ഞ സ്നേഹ റമളാൻ നമ്മളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണല്ലേ. എല്ലാവരും ഉമ്മവാപ്പമാരെ സന്ദർശിച്ചോ? അൽഹംദുലില്ലാ, ദാ നമ്മൾ എത്തി നിൽക്കുന്നത് വിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ്. വിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മഹത്തായ ഒരു കാര്യമാണ്. നാം കുറേ അധികം മോട്ടിവേഷൻ സ്പീക്കുകൾ കേൾക്കാറുണ്ട്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. നമ്മളെ എവിടെങ്കിലും ഒന്ന് എത്തിക്കണം എന്ന രൂപത്തിൽ നാം പല കാര്യങ്ങളിലൂടെ, പല കൗൺസിലിങ്ങുകളായിട്ടും അതുപോലെ പല കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട്. പക്ഷെ എവിടെയും എത്തുന്നില്ല. യാഥാർത്ഥ്യമല്ലേ? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രമാത്രം മോട്ടിവേറ്റ് ആകുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങളോ, പ്രചോദിപ്പിക്കുന്ന കൗൺസിലുകളോ, പ്രചോദിപ്പിക്കുന്ന പ്രസംഗങ്ങളോ നിങ്ങൾ കേട്ടോളൂ. പക്ഷേ നിങ്ങളെ സ്വയം സന്നദ്ധമാക്കുന്ന ഒരു പ്രധാന കീ പോയിന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ സ്വയം സന്നദ്ധമാക്കുന്ന ഒരു പ്രധാന കീ പോയിന്റ് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നാം ചിന്തിച്ചു കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. നാം സ്വയം പറയാൻ തുടങ്ങണം. ആരോട്? നാം നമ്മളോട് പറയാൻ തുടങ്ങണം. നാം നമ്മളോട് പറയാൻ തുടങ്ങണം. അത് പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിളി വരുന്നത്. അത് നടക്കില്ല. നാം നമ്മളോട് പറയാൻ പേടിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റാരോടും പറയണ്ട, നമ്മളോട് തന്നെ പറയാൻ നമുക്ക് ഭയമാണ്. കാരണം എന്തേ? ഇത് നടക്കുമോ ഇല്ലയോ എന്ന ഭയം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളോട് പോലും പറയാൻ പേടിയാണ്. എന്തിനാണ് പേടിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഒന്ന് ചെയ്തു പോലും നോക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ നാം എന്തിനാണ് ഭയക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളുടെ ചിന്തയിലല്ല. നിങ്ങളുടെ ചിന്തയിൽ രൂപപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് നിങ്ങളോടാണ്. ഞാൻ എന്നോട് പറഞ്ഞു തുടങ്ങണം. ഞാൻ എന്നോട് പറഞ്ഞു തുടങ്ങുമ്പോ ഞാൻ തന്നെ വിശ്വസിച്ചു തുടങ്ങും, എനിക്കത് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ എന്നെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട പ്രവർത്തന മണ്ഡലം നമ്മുടെ ഉള്ളു തന്നെ ഒരുക്കിത്തരും. ഓരോ ചുവടുവെപ്പും വെച്ചാൽ മാത്രം മതി. നാം നമ്മളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയിക്കാൻ വേണ്ട മുഴുവൻ എസൻഷ്യലുകളും നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ രൂപപ്പെട്ടു തുടങ്ങും. ഫിൽ ഹറക്കത്തി ബറക. അങ്ങനെ രൂപപ്പെട്ട പ്രവർത്തന പദങ്ങളിൽ നാം ചുവടുവെപ്പുകൾ വെക്കുമ്പോൾ, നാം ചലനാത്മകമാകുമ്പോൾ അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകും. വെറുതെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. നാം നമ്മളോട് പറയണം. സ്വയം പറഞ്ഞു തുടങ്ങണം. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വൃത്തിയുള്ള കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു ശീലിക്കൂ. നിങ്ങൾ ലോകത്തിനോട് പറയുന്നതിന് മുമ്പ്, നിങ്ങളുടെ ചുറ്റുപാടുകളോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് പറയൂ. ഒരു നാണവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കൂ. സ്വയം പറയണം.
സ്വയം പറയുന്നതോളം മോട്ടിവേറ്റ് ആകുന്ന മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് സ്വയം പറയാൻ ശീലിക്കുക. സ്വയം പറയാൻ ശീലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി, ആ പ്രവർത്തനങ്ങളോടൊപ്പം നാം ഒന്ന് നടന്നു കൊടുത്താൽ മതി, ബറക്കത്ത് ഉണ്ടാകും. അല്ലാഹു തആല അതിൽ ബറക്കത്ത് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചലനാത്മകമാവുക. അതോടൊപ്പം നാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളോട് പറഞ്ഞു തുടങ്ങുക. തീർച്ചയായും നമുക്കത് എത്തിച്ചു തരും പടച്ച റബ്ബ്, യാതൊരു സംശയമില്ല. അള്ളാഹു എല്ലാവിധ സന്തോഷങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. ജുമുഅ മുബാറക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.